ആലപ്പുഴയിൽ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ മന്ദഗതിയിൽ. കാലവർഷം എത്തിയതോടെ ഒഴുക്ക് തടസ്സപ്പെട്ട ജലാശയങ്ങളിൽ വെള്ളം ഉയർന്നതോടെ താഴ്ന്ന പ്രദേശങ്ങളും വെള്ളം കയറുന്ന സ്ഥിതിയാണ്. ശുചീകരണം വേഗത്തിൽ പൂർത്തിയാക്കിയില്ലെങ്കിൽ വലിയ വെള്ളക്കെട്ടുണ്ടാകുമെന്ന ആശങ്കയിലാണ് ജനങ്ങൾ. ആലപ്പുഴയിൽ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ഇഴഞ്ഞു നീങ്ങുന്നത് ജനങ്ങൾക്കിടയിൽ വലിയ ആശങ്കയാണ് സൃഷ്ടിക്കുന്നത്. നഗരസഭാ പരിധിയിൽ മാത്രം ചെറുതും വലുതുമായ 300ഓളം ഇടത്തോടുകളുണ്ട്. ഇവയിൽ പകുതി പോലും ശുചീകരണം പൂർത്തിയായിട്ടില്ല എന്നതാണ് സത്യം. പമ്പയാറിന് കുറുകെയുള്ള പെരുമാങ്കര പാലത്തിന്റെ തൂണുകളിൽ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടിയിട്ട് നാളുകളായി. മുളയും മരക്കഷ്ണങ്ങളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഉൾപ്പെടെ അടിഞ്ഞുകൂടിയത് മൂലം വെള്ളത്തിന്റെ ഒഴുക്ക് പൂർണ്ണമായി നിലച്ചു. കാലവർഷം എത്തിയതോടെ സമീപ പ്രദേശങ്ങളെല്ലാം വെള്ളം കയറി. റോഡിലും വീടുകളിലും വെള്ളം കയറിയതോടെ പ്രദേശത്തെ ജനങ്ങളുടെ ജീവിതവും ദുരിതത്തിലായി. അമിതമായ ഫയലുകൾ കാരണം ഇതേ വന്ന് വേസ്റ്റ് അടിയുന്നത് സ്വാഭാവികമാണ്. ഇത് ഒരു മഴക്കാല ശുചീകരണത്തിൻ്റെ മുൻ മാസങ്ങൾക്ക് മുമ്പേ ഇത് ഫണ്ട് കൊടുത്ത് ഇത് ചെയ്യിച്ചില്ലാത്തതുകൊണ്ടാണ് കൃഷി വകുപ്പിന് നഷ്ടം, വീട്ടുകളിലെ സാമ്പത്തികമായ ഭയങ്കര നഷ്ടം, കൃഷികളുടെ നഷ്ടം, മാടുകളെ കൊണ്ടുപോകുന്ന മാട് വളർത്തുന്നവർക്ക് നഷ്ടം. മഴക്കാലത്തെ മുന്നിൽ കണ്ട് ജലാശയങ്ങളിലെ ഒഴുക്കിന് തടസ്സമായി നിൽക്കുന്ന മാലിന്യങ്ങൾ നീക്കം ചെയ്യേണ്ടതായിരുന്നു. എന്നാൽ മഴക്കാലപൂർവ്വ ശുചീകരണത്തിൽ അധികൃതർ വീഴ്ച വരുത്തിയതോടെ ദുരിതത്തിലാകുന്നത് താഴ്ന്ന പ്രദേശങ്ങളിൽ ജീവിക്കുന്ന ജനങ്ങളാണ്. പാലത്തിലെല്ലാം ബ്ലോക്കാണ്. അടിയന്തരമായിട്ട് ഈ തോടിന് ആഴം കൂട്ടി ഈ ബ്ലോക്കെല്ലാം മാറ്റി കൊടുത്താൽ ഈ വെള്ളപ്പൊക്കത്തിന് ഒരു ശാശ്വത പരിഹാരമാകത്തുള്ളൂ. കാലവർഷം കൂടുതൽ ശക്തമാകുന്നതോടെ ജലാശയങ്ങളിലെ ഒഴുക്ക് സുഗമമാക്കിയില്ല എങ്കിൽ വലിയ വെള്ളക്കെട്ടിലേക്ക് ഈ പ്രദേശമാകെ മാറും. പൊതുമരാമത്ത് വകുപ്പിന്റെയും തദ്ദേശ സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിലാണ് മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. മഴയെത്തും മുൻപേ പൂർത്തിയാക്കേണ്ട ഈ പ്രവർത്തനങ്ങൾ കാലവർഷം എത്തിയിട്ടും പൂർത്തിയാക്കാത്തതിനെതിരെ വ്യാപക വിമർശനമാണ് ഉയരുന്നത്. അധികൃതരുടെ അനാസ്ഥ മൂലം വെള്ളത്തിലാകുന്നത് കുട്ടനാട്ടിലെ നൂറുകണക്കിന് വരുന്ന ജനങ്ങളാണ്. ആലപ്പുഴയിൽ നിന്നും ക്യാമറമാൻ വിനോദ് കരുവാറ്റയ്ക്കൊപ്പം അജയ് നാഥ്, അമൃത ന്യൂസ്.